അപ്പോൾ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന് ബോധ്യമാവുകയാണ്. മാത്രവുമല്ല, എന്തും സംഭവിക്കാം എന്ന തലത്തിലേക്ക് എത്തുകയാണ്. ട്രംപ് പല ഭീഷണികളും മുഴക്കി അന്ത്യശാസനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നോട്ട് പോകുന്ന ട്രംപിനെ നമ്മൾ ഇതിനോടകം പല തവണകളിൽ കണ്ടിട്ടുള്ളതാണ്. ട്രംപ് വെടിനിർത്തലിലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്നാലും ഇപ്പോൾ വരുന്ന ഭീഷണികൾ ഇറാനെ തകർത്ത് കളയും എന്ന ഭീഷണികളാണ്. ഹോർമുസിലേക്ക് യുദ്ധം കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവയ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാ വലയം കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്ത്യ ഇതിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണം പക്ഷേ തടസ്സമില്ലാതെ നടക്കുന്നു എന്നത് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം നമുക്ക് മുന്നിലുണ്ട്. ആ വെല്ലുവിളി നമുക്ക് മുന്നിലുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ത്യ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് പല രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ത്യ നടത്തിവരുന്ന ചില ചർച്ചകളാണ് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ചിരിക്കുന്നു. തന്ത്രപ്രധാനമാണ് ഈ സന്ദർശനം എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതിന് പിന്നാലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ അതിൽ കരുതലോടെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം. ഈ വിഷയത്തെ ആദ്യം തന്നെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി നിലപാട് വ്യക്തമാക്കിയിരുന്നു. വെടിവയ്പ്പിനിടയിലും ഇന്ത്യയുടെ ദേശ്-ഗരിമ എന്ന കപ്പൽ ഹോർമുസ് കടന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമെന്നും വിഷയം പരിഹരിക്കുമെന്നും ഇറാന്റെ വക്താക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങൾ ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇറാനോട് പൂർണ്ണമായും അകലുന്ന ഒരു നയം വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തി. അതായത് ഇന്ത്യൻ കപ്പൽ ആ സംഭവത്തിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ കപ്പൽ കടത്തിവിടുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഇറാൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ഇന്ത്യ വളരെ കരുതലോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇറാനുമേൽ അമേരിക്ക സമുദ്ര ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. അതാണ് ഈ ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയും ഇന്ത്യൻ കപ്പലിന് നേരെ പോലും ആക്രമണം അഴിച്ചുവിടുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് വെടിനിർത്തലിലും മാറ്റാൻ അമേരിക്ക തയ്യാറായില്ല. ഹോർമുസ് ഉപാധികളില്ലാതെ തുറക്കണം എന്നതാണ് ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇതിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ UAE ഉൾപ്പെടെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയം ഇന്ത്യയുടെ നിലപാട് UN-ലും അറിയിച്ചിട്ടുണ്ട്. യാതൊരു ഉപാധികളുമില്ലാതെ ഹോർമുസ് തുറക്കണം എന്നതാണ് ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാട്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളിൽ വ്യക്തമായ തീരുമാനം സമാധാനത്തിന് അനിവാര്യം എന്ന കാര്യം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ UAE വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്കിലെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ ഫ്രാൻസുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സാധ്യമായ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ഈ വിഷയത്തിൽ ഇന്ത്യ ആശയവിനിമയം നടത്തിവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇക്കാര്യങ്ങളിൽ തന്ത്രപരമായി ചർച്ചകൾ തുടരുന്നു ഇന്ത്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അജിത് ഡോവലിന്റെ സൗദി അറേബ്യ സന്ദർശനവും വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. റിയാദിലെത്തിയ അജിത് ഡോവലിനെ മുൻ ഇന്ത്യൻ സ്ഥാനപതിയും സൗദി രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി മന്ത്രിയുമായ സൗദ് അൽ സദി സ്വീകരിച്ചു. സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയവരുമായി അജിത് ഡോവൽ ചർച്ചകൾ നടത്തി. ഉഭയകക്ഷി ബന്ധം, മേഖലയിലെ നിലവിലെ സാഹചര്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. റിയാദിലെ ഇന്ത്യൻ എംബസി ഇക്കാര്യങ്ങളിൽ ചർച്ച നടന്നു എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടതിനെ തുടർന്ന് ഇന്ധന വിതരണത്തിൽ തടസ്സം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. റഷ്യയും ഇറാഖും കഴിഞ്ഞാൽ ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. ഏകദേശം 40 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ താമസിക്കുന്നത്. ഇന്ത്യക്കാരുടെ സുരക്ഷ നമുക്ക് ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളിലും കൂടിക്കാഴ്ചയിൽ
ചർച്ചകൾ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വെടിവയ്പ് നടത്തിയതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷാ വലയം ഘടിപ്പിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്ക് സേന കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ ലാറക് ഐലൻഡിന് സമീപത്ത് നിന്ന് വിട്ടു നിൽക്കണമെന്നും നാവികസേനയുടെ നേരിട്ടുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രം യാത്ര തുടർന്നാൽ മതി എന്ന അറിയിപ്പും ഒക്കെ ഇന്ത്യ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ജാഗ്രത ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രങ്ങളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ ഭാഗമാണ് അജിത് ഡോവലിന്റെ സൗദി സന്ദർശനം ഉൾപ്പെടെ. നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കാത്തുനിൽക്കുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളുടെയും സുരക്ഷയ്ക്കാണ് ഇപ്പോൾ നമ്മൾ മുൻഗണന നൽകുന്നത്. അതേസമയം തന്നെ ഊർജ്ജ പ്രതിസന്ധിയില്ല എന്നത് ഉറപ്പാക്കാനുള്ള ചില നീക്കങ്ങളും നടത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഹോർമുസ് പ്രതിസന്ധി ഉടലെടുക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യ ഈ രീതിയിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം UAE സന്ദർശിച്ചിരുന്നു. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യയുടെ മുഖ്യ ഊർജ്ജ പങ്കാളികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, അതിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുക, ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുക എന്നതൊക്കെയാണ് ഈ സന്ദർശനങ്ങളുടെ ലക്ഷ്യം എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം രൂപീകരിക്കുക, ഏക അഭിപ്രായം രൂപീകരിക്കുക എന്നതുമൊക്കെ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമാണ് എന്ന് കരുതുന്നു. അങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് സൗദിയിൽ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് ഇന്ത്യയിൽ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് എന്നതാണ്. പല മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇരു രാഷ്ട്രത്തലവന്മാരുമായി ഇന്ന് നടന്നിട്ടുണ്ട്. പല സുപ്രധാനമായിട്ടുള്ള കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലോകം മുഴുവൻ സംഘർഷങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും ഒക്കെ നേരിടുന്ന ഈ സമയത്ത് ഇന്ത്യയും ദക്ഷിണ കൊറിയയും സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും സന്ദേശം നൽകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ഇരു രാഷ്ട്ര നേതാക്കളും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ദക്ഷിണ കൊറിയയും ഇന്ത്യയും ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുൾപ്പെടെയുള്ള ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം അത് മിഡിൽ ഈസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ ഈ സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് അദ്ദേഹം ഊന്നി പറഞ്ഞു. എല്ലാ കപ്പലുകൾക്കും ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ദക്ഷിണ കൊറിയ ഇന്ത്യയുമായി അടുത്ത ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകും എന്നതാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഈ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിനായി പ്രസക്തമായ അന്താരാഷ്ട്ര വേദികളിൽ ഒന്നിച്ച് നിൽക്കും എന്ന ഒരു ഉറപ്പും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ കൊറിയയുമായും ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു യോജിച്ച നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഊർജ്ജ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകുന്നതിന്റെ സാഹചര്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഇതുവരെ 51 ദിവസം പിന്നിടുമ്പോൾ വലിയ പ്രതിസന്ധി നമ്മളുടെ അടുക്കളകളിൽ വരെ എത്തി എന്ന് പറയുമ്പോൾ പോലും മറ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഉറപ്പുവരുത്തുക, ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക തുടങ്ങിയ ദൗത്യങ്ങളുമായാണ് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നത്. എന്തായാലും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് എന്നത് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ സാഹചര്യത്തിലാണിപ്പോൾ നമ്മൾ മറ്റു തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും പ്രശ്നം മറികടക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സജീവമാക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇങ്ങനെ നീണ്ടുപോയാൽ എന്തായാലും എല്ലാ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും എല്ലാ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചും യുദ്ധം നീണ്ടുപോകുന്നത് മോശം സാഹചര്യം തന്നെ സൃഷ്ടിക്കും, വലിയ പ്രതിസന്ധി തന്നെ ഉടലെടുക്കും. പ്രശ്നം ഏറ്റവും പെട്ടെന്ന് അവസാനിക്കുകയാണ് വേണ്ടത്. എന്തായാലും അതിൽ ആ പ്രതിസന്ധി മറികടക്കുന്നതിനും അഭിപ്രായ രൂപീകരണത്തിനുമൊക്കെയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത്.
യുദ്ധം വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.